അപ്പോൾ ഷിരിഡിയിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറയാനാണ് ഈ ഒരു വീഡിയോ. സോ വെൽക്കം എവരി വൺ ടു മൈ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഷിരിഡിയിൽ എത്തിയിരിക്കുകയാണ്. ഷിരിഡി ജസ്റ്റ് ട്രെയിൻ വന്ന് ഇറങ്ങിയിട്ടുള്ള നല്ല തിരക്കുണ്ട്. നമുക്കിനിയിപ്പോൾ ഇവിടുന്നൊരു ബസ് ഫുള്ളായി, ഫ്രീ ബസ്സായിരുന്നു, ബസ് ഫുള്ളായി. അപ്പോൾ നമുക്കൊരു ഷെയർ ഓട്ടോ വിളിച്ച് നമുക്ക് ബസ് സ്റ്റാൻഡിന് അങ്ങോട്ട് പോകാം. അതിൻ്റെ അടുത്തൊരു ഹോട്ടലാണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്. പിന്നെ ഷെയർ ഓട്ടോ കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ അങ്ങനെ ഓട്ടോയിൽ കയറി യാത്ര തുടങ്ങി. 20 രൂപയാണ് അമ്പലത്തിനടുത്ത് വിടും നമ്മൾ. അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് വന്നിട്ട് ഞാൻ അമ്പലത്തിനടുത്ത് ഇറങ്ങി. അമ്പലം കുറച്ച് അപ്പുറത്താണ്. അമ്പലത്തിനോട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടുന്ന് അങ്ങോട്ടാണ് അമ്പലം. ഞാനിവിടെ അമ്പലത്തിനോട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അമ്പലം അല്ല, സമാധി മന്ദിർ. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ അടുത്തെവിടെയാണ് എൻ്റെ ഹോട്ടൽ. അപ്പോൾ ഹോട്ടലിലേക്ക് പോകണം. നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ online.sai.org മറ്റാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ക്യാപ്ഷനിലിടാം. അതിൽ കയറി നമുക്ക് ദർശൻ ബുക്ക് ചെയ്യാം. അപ്പോൾ ടോക്കൺ ഇതിനനുസരിച്ച് ക്യൂ അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ കയറ്റി വിടുന്നത്. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമാണ്. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ഇഷ്ടംപോലെ സൈബർ കഫേകളുണ്ട്. അതിലൊന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് ഈ സായി കൃഷി ഉടുപ്പി. അത്യാവശ്യം നല്ല ഫുഡാണ്, ഡീസൻറ്റ് ഫുഡാണ്. ഈ പ്രദേശത്തുള്ള വൃത്തിയുള്ള ഹോട്ടലുകളിലൊന്നാണ്. ആ കാണുന്ന സായിബാബയുടെ പ്രതിമയുള്ളതൊക്കെ അമ്പലത്തിൻ്റെ ഏരിയയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് സമാധി മന്ദിറിൻ്റെ ഏരിയയാണ്. കുറേ ഗേറ്റുകളുണ്ട്. ഗേറ്റ് 6 വഴിയാണ് നമുക്ക് ഇന്ന് കയറേണ്ടത്. ഷിരിഡിയിൽ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ലോക്കൽ കടക്കാർ നമ്മളെ പല കാര്യങ്ങളും പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഗേറ്റ് നമ്പർ 6 വഴിയാണ് അകത്ത് കയറേണ്ടത്. ഇവർ പറയും ഗേറ്റ് 1 ആണ്, ഗേറ്റ് നമ്പർ മാറ്റി ഇന്ന് വേറെ ഗേറ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. വിശ്വസിക്കരുത്, ഗേറ്റ് 6 ആണ്. ഈ റോഡിനകത്താണ് നമ്മുടെ ഹോട്ടൽ. ഈ റോഡിനകത്തോട്ട് കയറി ഹോട്ടലൊക്കെ കണ്ടിരിക്കട്ടെ. ഈ ഹോട്ടൽ ഞാൻ ആദ്യമായിട്ട് ബുക്ക് ചെയ്യുന്നത്. സാധാരണ ഇവിടെ എല്ലാം എടുക്കാറ്. സാധാരണ സായി പ്ലാസ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. കുറച്ചധികം ദൂരം നടക്കണം. അത് ബാഗൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം ഹോട്ടലൊന്ന് മാറ്റി. ഇവിടെ ഫാമിലിയായിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഭക്തനിവാസ് ബുക്ക് ചെയ്യുന്നത് തന്നെയാണ്. ഭക്തനിവാസാണ് ചീപ്പ്. അതുപോലെ ക്ലീനാണ്, വളരെ ക്ലീനാണ് ഭക്തനിവാസ്. സേഫാണ്. നമ്മൾ ഈ പുറത്തെ ഹോട്ടലുകളിൽ എടുക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും നല്ല ഓപ്ഷൻ ഭക്തനിവാസാണ്. ഈ റോഡിനകത്താണെന്ന് തോന്നുന്നു എൻ്റെ കാണുന്നുണ്ട്. സായി ഹരിപ്രസാദാണ് എൻ്റെ ഹോട്ടൽ. അപ്പോൾ നമുക്കെന്നാൽ അങ്ങോട്ട് പോയി 12 മണിയാണ് ചെക്ക് ഇൻ ടൈം. ചോദിച്ചു നോക്കാം, നേരത്തെ മുറി കിട്ടിയാൽ കൊള്ളാം. ഇപ്പോൾ മണി 10:15 ഉള്ളൂ. പോയി നോക്കാം എന്തായാലും. മുറി കിട്ടാൻ താമസമൊന്നും ഉണ്ടായില്ല. ഒരു 10:27, ഒരു 10 മിനിറ്റ് നമ്മൾ റൂം ക്ലീനിങ് നടക്കുക. ഒരു 10 മിനിറ്റ്സ് റൂം തരാൻ കണ്ടു. റൂം തന്നു. സിംഗിൾ റൂമ് ബുക്ക് ചെയ്യാൻ ഡബിൾ റൂമാണ് തന്നത്. വലിയ കുഴപ്പമില്ല, അത്ര വലിയ റൂമൊന്നുമല്ല. അത്യാവശ്യം ഇതുണ്ട്. ടോയ്ലറ്റ് വൃത്തിയുണ്ട്, പക്ഷെ നല്ല പഴക്കമുണ്ട്. TV ഒക്കെ ഉണ്ട്. ബാഗ് വയ്ക്കാൻ സ്ഥലമുണ്ട്. സംഭവം സെറ്റാണ്. പിന്നെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഉച്ചയ്ക്കാണ് എൻ്റെ ദർശനം. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ദർശൻ 3 മണിക്കാണ്. ഞാനിപ്പോൾ ലഞ്ച് കഴിക്കാൻ കയറി. ലഞ്ച് ഒരു പഞ്ചാബി താലി പറഞ്ഞിട്ട് ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിച്ചിട്ട് നേരെ ദർശനം പോകാം. സാധാരണ ഫുഡ് കഴിച്ചിട്ട് ദർശനം പോകാറില്ല. ഇന്ന് പക്ഷേ വേറെ വഴിയില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകും. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് ഇന്നത്തെ പഞ്ചാബി താലി. കുറേ കറികളൊക്കെ ഉണ്ട്. ബട്ടർ റൊട്ടിയുണ്ട്, സ്വീറ്റുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ലഞ്ച് കഴിച്ച ഹോട്ടൽ. സായി കൃഷ്ണ ഉടുപ്പി. സ്ഥിരം ഇവിടെ വരുമ്പോൾ ഇവിടെയാണ് കഴിക്കാറ്. ഈ ഏരിയ മൊത്തം ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്. പല ഹോട്ടലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെയാണ് ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടത്. ടേസ്റ്റ് മറ്റും കുറച്ച് കൺസിസ്റ്റൻ്റ് ആണ്, സ്വാദുണ്ട്, വൃത്തിയുണ്ട്. ഇവിടെ ഹോട്ടലുകളിലെ ഒരു പ്രശ്നം മിക്കവാറും എല്ലാം ഷെഡുകളാണ്. അപ്പോൾ വൃത്തിയുടെ കാര്യത്തിലൊക്കെ പുറകോട്ടാണ്. ഇവിടെ അതില്ല. ഇവിടെ നല്ല വൃത്തിയുണ്ട്. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓഫറിങ്സ് മേടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാം. ഞാൻ യൂഷ്വലി മേടിച്ചുകൊണ്ട് പോകാറില്ല. ആസ് എ പ്രിൻസിപ്പൾ ഞാൻ ഓഫറിങ്സ് ഒന്നും ചെയ്യാറില്ല. ഞാൻ ചെല്ലുക, തൊഴുക, പോരുക എന്നുള്ള മാത്രമാണ് എൻ്റെ ഒരു സ്റ്റൈല്. ഇവിടുന്ന് ശനി സിംഗനാപ്പൂരിലോട്ടൊക്കെ പോകാൻ ഷെയർ ബസ്സുകൾ, ടെമ്പോ ട്രാവലർ, അതുപോലെ ടാക്സി ഒക്കെ ഉണ്ട്. ഇത് കുറച്ച് ദൂരമുണ്ട്. എനിക്കൊന്ന് 1 മണിക്കൂറിനെ പറ്റി ദൂരമുണ്ട് തോന്നുന്നു. ശനീശ്വരൻ്റെ സ്ഥലമാണ്. ഇവിടെ മുതൽ അങ്ങോട്ടാണ് ഇവരുടെ സായിബാബ സമാധിയുടെ ആരംഭം. ഇവിടെ മുതൽ അങ്ങോട്ട് മുഴുവൻ ദൂരം സമാധിയുടെ ആണ്. കുറച്ചും കൂടി പോയിട്ടാണ് സമാധി മന്ദിർ വരുന്നത്. അതൊരു വാട്ടർ ഫൗണ്ടൻ പോലെയുള്ള ഒരു സാധനമാണത്. സായി പാലഖി ഉദ്യാൻ എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് അമ്പലത്തിന് അങ്ങോട്ട് നടക്കാം. ആൾക്കാർ ഫുട്പാത്തിൽ വരെ വണ്ടി വെച്ച് വഴി ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ്.
അത് അമ്പലത്തിൻ്റെയാണ് കൊടിമരമൊക്കെ കാണുന്നത്. ഇവിടെ മുതൽ അങ്ങോട്ടാണ് അമ്പലം തുടങ്ങുന്നത്. ഇവിടെ ഡീറ്റെയിൽസിന് എങ്ങനെയൊക്കെ കയറേണ്ടതെന്ന് നമ്മൾ ഗേറ്റ് 6 വഴിയാണ് കയറേണ്ടത്. നമ്മൾ പെയ്ഡ് പാസ്സാണ് എൻട്രി. ഇവിടെ നല്ല അടിപൊളി പേരൊക്കെ കിട്ടും. ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ മേടിക്കാറുണ്ട്. പ്രാവശ്യം മേടിക്കണം. ഇത് ഇവിടുത്തെ ചുറ്റുവട്ടത്തെ ഗ്രാമങ്ങളിൽ തന്നെ ഉണ്ടാകുന്നതാണ്. ഈ ഷെൽട്ടർ വഴി നടന്നു പോയി കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെത്തുമ്പോൾ അവിടെ മൊബൈൽ ഫോണ്, ബാഗ് ഒക്കെ വയ്ക്കാനുള്ള ലോക്കേഴ്സും മറ്റുണ്ട്. ചെരുപ്പ് വയ്ക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. നമുക്ക് അങ്ങേ അറ്റത്തോട്ട് പോകാം. ഈ സായിബാബ മന്ദിർ ഏരിയ ശരി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ലോക്കറിൽ ബാഗും ഒക്കെ വെച്ചിട്ട് നമുക്ക് പതുക്കെ ഉള്ളിലേക്ക് കയറാം. 2:30 നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം. 2:20 ആയിട്ടുള്ളൂ. 2:30 നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം. 3 മണിക്കാണ് എൻ്റെ ദർശൻ അപ്പോയിൻമെൻറ്റ്. നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് നേരത്തെ കറങ്ങി നേരത്തെ. ഇന്നിവിടെ ഗുഡിപാഡ്വ ദിവസമാണ്. ഇവിടുത്തെ ന്യൂ ഇയർ ആണ്. നല്ല ചൂടുണ്ട് വെയിലിന്. ഉണ്ട് ഗേറ്റിനോട് അടുത്തുള്ള എവിടെയെങ്കിലും ചെരുപ്പമൊക്കെ വെക്കാമെന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ വെറും കാലം നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തും ബോർഡുകളും മറ്റും വെച്ചിട്ടുണ്ട്. ഇവിടെ പക്ഷേ കടക്കാർ നമ്മളെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിക്കളെ. കടക്കാരൊന്നും അവിടെയല്ല സാർ, ഇവിടെയാണ് സാർ, അത് സ്ഥലം മാറ്റി, കൗണ്ടർ മാറ്റി എന്നൊക്കെ അവർ പറയും. ഒന്നും വിശ്വസിക്കരുത്. നമ്മൾ ടിക്കറ്റിൽ അടിച്ചിട്ടുണ്ട് എവിടെയാണ് ഗേറ്റെന്ന്, ആ ഗേറ്റ് വഴി തന്നെ കയറാം. അവിടെ ലോക്കേഴ്സ് നമുക്ക് ലോക്കറിൽ പോയി വെച്ചിട്ട് നമുക്ക് ദർശനം പോവാം. ഗേറ്റ് നമ്പർ 6-അടുത്തായിട്ട് മൊബൈൽ ഫോണ്, ക്യാമറ ഒക്കെ വെക്കാനും അതുപോലെ ഷൂസ് വെക്കാനൊക്കെ ഉള്ള ലോക്കേഴ്സ് ഉണ്ട്. ഇവിടെ സാധനം വെച്ചിട്ട് പോകാം. വഴി ഒന്നും ചെരുപ്പിട്ടിട്ട് പോകരുത്. ചെരുപ്പിട്ട് പോയാൽ വഴി നേരപ്പോൾ കളഞ്ഞാണ് ഇവിടുത്തെ ലോക്കർ കൗണ്ടർ. നമുക്കിവിടെ നമ്മുടെ ഫോണും ഒക്കെ വെച്ചിട്ട് പോവാം. സമയം ഇപ്പോൾ 3:36. ഞാൻ ദർശനം കഴിഞ്ഞ് പുറത്തുനിന്ന് 1 മണിക്കൂർ എടുത്തുള്ളൂ അകത്ത് പോയി പുറത്ത് വരാൻ. ഇതാണ് ഗേറ്റ് നമ്പർ 6. ഇവിടെ നിന്നാണ് പെയ്ഡ് എൻട്രൻസ് ഉള്ളത്. ഇതുവഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കയറി നമുക്ക് ദർശനം ചെയ്തിട്ട് വരാൻ പറ്റും. അവിടെ ഒരു പ്രസാദാലയ കൗണ്ടറൊക്കെ ഉണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. ഇതൊരു പേട മേടിച്ചാണ്. ഇതൊരു എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാരുടെ ഒരു ഔട്ട്ലെറ്റാണ്. ഗേറ്റ് നമ്പർ 6 പോലെ പല ഗേറ്റുകളിലും ഇവർ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഇത് മേടിച്ചത്. സാധാരണ പാലിൻ്റെ പേടയാണ്. 100 രൂപ 200 ഗ്രാമിന്. നമ്മൾ വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നാട്ടിൽ സുഖമായിട്ട് എത്തിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഷിർദി ആഗമന ഉദ്ദേശം കഴിഞ്ഞു, ദർശനം കഴിഞ്ഞു. പ്രത്യേകിച്ച് ഷിർദിയിൽ അങ്ങനെ ചെയ്യാനൊന്നുമില്ല. ഇവിടെ ഫുഡ് കഴിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. അതായത് നമ്മുടെ എന്താ പറയുക, മെക്ഡൊണാൾഡ്സും പിസ്സ ഹട്ടും ഡൊമിനോസും അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഹോട്ടലുകളുണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെസ്റ്റ് ഇന്ത്യൻ, ആലോചിക്കുന്ന തരം ഫുഡെല്ലാം ഇവിടെ കിട്ടും. പിന്നെ ജനറലി കമ്പയർ ടു മോസ്റ്റ് സിറ്റീസ് ഇവിടെ വളരെ ക്ലീനാണ്. ജനറലി ക്ലീനാണ്. നമുക്ക് ചെരുപ്പില്ലാണ്ട് അത്യാവശ്യം നടക്കാം. വൃത്തിയുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ ഹോട്ടലുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 500 രൂപ മുതൽ ഒരു 4000, 7000, 8000 രൂപ വരെയുള്ള റൂമുകൾ അവൈലബിളാണ്. പിന്നെ ഇവരുടെ തന്നെ സംസ്ഥാനത്തെ തന്നെ അക്കോമഡേഷൻ ഉണ്ട്. അത് വളരെ ചീപ്പാണ്. അത് 200 രൂപ 300 രൂപ കണ്ട് വരുള്ളൂ റൂമിന്. AC റൂമടക്കം അവൈലബിൾ. AC-ക്ക് 800 രൂപ മറ്റാന്ന് തോന്നുന്നു. AC റൂംസ് അടക്കം അവൈലബിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഷിർഡിയിലെ വിശേഷങ്ങൾ. ഞങ്ങൾ ഷിർഡി ബസ് സ്റ്റാൻഡ് കൂടി കാണിച്ചു തരാം. ഷിർഡി ബസ് സ്റ്റാൻഡ് അമ്പലത്തിൽ നടന്നു പോകുന്ന ദൂരമുള്ളൂ. അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി സമാധി മന്ദിരം നിന്ന് ഇറങ്ങി ലെഫ്റ്റ് എടുത്ത് നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഷിർഡി ബസ് സ്ഥാനക്കിലെത്തും. ഷിർഡി ബസ് സ്ഥാനക്ക് അഥവാ ഷിർഡി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഷിർഡിയിലുള്ളതിലും വെച്ച് ഏറ്റവും വൃത്തികെട്ട സ്ഥലം എൻ്റെ അഭിപ്രായത്തിൽ ഇതായിരിക്കും. കാര്യം ഇവിടെ ഭയങ്കര വൃത്തികേടാണ്. ഇവിടെ വലിയ വൃത്തിയൊന്നും ഉണ്ടാവാറില്ല. ഇതാണ് ഷിർഡി ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് നാസിക്, മൻമാഡ്, അതുപോലെ ഔറംഗാബാദ്, പൂനെ, ബോംബെ എല്ലാ സ്ഥലത്തേക്കുള്ള ബസ്സുകൾ കിട്ടും. ഒറ്റ കാര്യം, MSRTCയുടെ വെബ്സൈറ്റിൽ പറയുന്ന ടൈമിങ്സ് വിശ്വസിക്കരുത്. അവർ പറയുന്ന സമയം കൊണ്ടൊന്നും വണ്ടി ഓടി എത്തില്ല. സാധാരണഗതിയിൽ ഒരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഡിലേ ഉണ്ടാവാറുണ്ട്. അത് ഓർത്തുകൊണ്ട് മാത്രം STയിലെ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഷിർഡിയിലേക്ക് വരാൻ ഉദ്ദേശിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, ഷിർഡിയിലേക്ക് വരാൻ ട്രെയിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, മുംബൈ വഴി വരികയാണെന്നുണ്ടെങ്കിൽ, ഒന്നിലെ മുംബൈയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മുംബൈയിൽ നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മംഗള എക്സ്പ്രസ് പോലത്തെ ഏതെങ്കിലും ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നാസിക് റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ബസ് കിട്ടും. നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയാൽ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടുന്ന് ഷിർഡിയിലേക്ക് ബസ് കിട്ടും. അല്ലെങ്കിൽ മൻമാഡ് വരിക. മൻമാഡ് വന്നു കഴിഞ്ഞാൽ മൻമാഡിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഷെയർ ടാക്സികൾ കിട്ടും, ഇല്ലെങ്കിൽ ബസ് കിട്ടും. പിന്നത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് സായിനഗർ ഷിർഡിയാണ്. സായിനഗർ ഷിർഡി നമ്മൾ ഷിർഡിയിലേക്ക് തന്നെ നേരെ വരുന്നത്. നമ്മൾ ഇന്ന് വന്ന ബസ് റെയിൽവേ സ്റ്റേഷൻ. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കോപ്പർഗാവാണ്. കോപ്പർഗാവ് ഇറങ്ങി കഴിഞ്ഞാൽ ടാക്സി കിട്ടും. ഏകദേശം 600 രൂപയാണ് ടാക്സിക്ക്.
പിന്നെയുള്ളത് നഗർസോൾ റെയിൽവേ സ്റ്റേഷനാണ്. നഗർസോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 300 രൂപ പെർ സീറ്റാണ് റേറ്റ് പറയുന്നത്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ബസ്സിന് പറയുന്നുണ്ടെങ്കിൽ മുംബൈയിൽ നിന്നും പൂനെയിൽ നിന്നും ഡയറക്റ്റ് ബസ് അവൈലബിൾ ആണ് ഇങ്ങോട്ട്. പിന്നെ കുറച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടുക, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഷിർഡി വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ മറക്കാത്തൊരു കാര്യമുണ്ട്, ഒരു ചായ കുടിക്കൽ. ഒരു പ്രത്യേക ചായക്കട എന്നുള്ളൊരു ചായ കുടിയുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കട, എവിടെ അമൃതുല്യ, പുറകിൽ കാണാം. ഇതൊരു ബ്രാൻഡഡ് ചായക്കടയാണ്. നമുക്കിനി അവിടെ പോയിട്ട് ചായ കുടിക്കാം. ചായയുടെ വിശേഷം ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചായ, ഇത് ഫുൾ സൈസ് ചായയാണ്. 28 രൂപയുടെയാണ് ഒരു കപ്പ്. ചെറുതിന് 14 രൂപയെന്ന് തോന്നുന്നു. ഈ എവിടെ അമൃതുല്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണിത്. പൂനെ ബേജാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. നല്ല മധുരമുള്ള ചായയാണ് വരുന്നത്, കുറുകിയ ചായയാണ്. അവരെന്നെ ബാക്കർവടി എന്ന് പറഞ്ഞൊരു സ്നാക്ക് ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചുകൊണ്ട് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. പ്രാവശ്യം ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ എവിടെ ഒരു ചായ, ചെറിയ ചായക്ക് 12 രൂപയും വലുതിന് 28 രൂപയാണ് റേറ്റ്. നമുക്ക് ഈ കപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അവർ സാധാരണ പേപ്പർ കപ്പിലും തരും. അപ്പോൾ ഞാനിവിടെ വന്നാൽ ചെയ്യാറുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ദർശൻ കഴിഞ്ഞു, സായി ദർശൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞാൻ സ്ഥിരം ചെയ്യാറുള്ള ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സുകളുടെ ദർശനമാണ്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാറുള്ളത് നമ്മുടെ ഈ എവിടെ നിന്നൊരു ചായയാണ്. അതും കഴിഞ്ഞു. അവിടെ നിന്ന് ബാക്കർവടി ഒരു സ്നാക്കും മേടിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. ഇതൊക്കെ കഴിഞ്ഞു. തിരിച്ചിന് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. ഇവിടെ അതല്ലാണ്ട് ഇവിടെ ഒരു തീം പാർക്കും ഒരു മാളും ഒക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് മാറിയാണ്, റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് സംഭവം ഇതെല്ലാം. ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോകുന്നില്ല. ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു അടിപൊളി ഓപ്ഷനായിരിക്കും സമയങ്ങളെ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഞാൻ ചെക്കൗട്ട് ചെയ്തു. നല്ല സ്റ്റേ ആയിരുന്നു കേട്ടോ. റൂമിന് അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. ചൂട് വലുതായിട്ടുണ്ടായിരുന്നില്ല. നല്ല ഹോട്ടലായിരുന്നു. ഇനി ഫാമിലിയായിട്ട് വന്നാലും കൺസിഡർ ചെയ്യുന്നു. ഫാമിലിയായിട്ട് വന്നാൽ ഞാൻ മറ്റേ ഇവിടെ എടുക്കുള്ളൂ. എന്നാലും നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നൊരു ഹോട്ടലാണ്. 24 hours തരുമെന്ന് ഞാൻ ചോദിച്ചില്ല. നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ഷോർട്ട് കട്ട് വഴി നേരെ കയറി അപ്പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത് ആക്ച്വലി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇവിടെ മറ്റേ ജെറോക്സ് കട, ട്രാവൽ ഏജൻസി, നോവൽറ്റി സ്റ്റോറ്, ഫാഷൻ സ്റ്റോറ്, അങ്ങനെ കുറേ സെറ്റപ്പുകളുണ്ട്. ഇവിടെ ഇങ്ങനെ കയറി ഈ അരമതിൽ വഴി അപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മെയിൻ റോഡ്. അവിടെ ഒരു ഹരിപ്രസാദ് കാണാം. ഞാൻ പോകുമ്പോൾ നമ്മുടെ സ്ഥിരം സായി കൃഷ്ണയിലാണ്. അത് വിട്ടൊരു കളിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് ബാക്കിലായിട്ടാണ് ഞാൻ തങ്ങിയ ഹോട്ടൽ. അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടും. ഓട്ടോ പിടിച്ച് നേരെ സ്റ്റേഷൻ കിട്ടും. അപ്പോൾ സമയം 7:40 ആയതേ ഉള്ളൂ. നമ്മുടെ ട്രെയിന് 9:25 അപ്പോൾ 2 മണിക്കൂറിനടുത്തുണ്ട്. ഡിന്നറിന് ഒരു സൗത്ത് ഇന്ത്യനായിട്ട് പിടിക്കാമെന്ന് വെച്ചു. ഉച്ചയ്ക്ക് പഞ്ചാബിയിൽ കഴിച്ചു. അപ്പോൾ രാത്രി ഒരു ദോശ കഴിച്ച് നമുക്ക് നിൽക്കാം. എല്ലാത്തിനും യാത്രയാണ്. മൈസൂർ മസാല ദോശയാണ്. നമ്മുടെ കർണാടക സ്റ്റൈൽ സാമ്പാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനോട് വന്നൊരു ഓട്ടോ എടുത്തു. അപ്പോൾ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓട്ടോറിക്ഷയിൽ ഇവിടെ വന്ന് ഇറങ്ങി. ഇതാണ് സായിനഗർ സ്റ്റേഷൻ. ഇവിടെ നമ്മൾ ബോംബെയിലുള്ള ട്രെയിനിൽ കയറി നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇത്രയുള്ള കുഞ്ഞു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.